അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 4ാം തരത്തിലേക്ക് തയ്യാറാക്കപ്പെട്ട അഹ്കാമത്ത് ജവീദിന്റെ വർക്ക് ബുക്കിന്റെയും 14ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. അൽ മദ്ദുൽ മുതതർരിഫ. മദ്ദുൽ മുതതർരിഫ എന്നാണ് അതിന്റെ ഹെഡിങ്. എന്താണ് മദ്ദുൽ മുതതർരിഫ എന്ന് പറയുന്നത്? ചില ആയത്തുള്ള അവസാനത്തിൽ ഫതഹിനെ നീട്ടുന്ന അലിഫ്, ലൊമ്മനെ നീട്ടുന്ന വാവ്, കസർ നീട്ടുന്ന യാ, ഈ മദ്ദിയ അക്ഷരങ്ങൾ വരുമ്പോൾ ഇത് അസ്ലിയായ മദ്ദിലാണ് ഇവിടെയൊക്കെ വഖഫ് ചെയ്യേണ്ടത്. ഇവിടെ അസ്ലിയായ മദ്ദിന്റെ ഖദറിനേക്കാൾ കൂടുകയോ ചുരുങ്ങുകയോ ചെയ്യാനും പാടില്ല. അവസാനം മീമിന്റെയോ ഹാഇന്റെയോ ശബ്ദം വരാനും പാടില്ല. നന്നായി ശ്രദ്ധിച്ച് വഖഫ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഇതിനാണ് മദ്ദുൽ മുതതർരിഫ എന്ന് പറയുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു ഭാഗമായത് കൊണ്ട് തന്നെ വലിയ ആളുകൾക്ക് തന്നെ വളരെ ഉപയോഗപ്പെടുന്ന ഒരു നിയമങ്ങളാണ് ഈ പാഠത്തിലൂടെ പറയുന്നത്. നമുക്ക് വായിക്കാം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വൽ ആദിയാതി ലബ്ഹാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ വഅഖിമിസ്സലാത ലിദിക്രി വസ്തനഅതുക ലിനഫ്സി. ഇവിടെ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ എന്ന് അധികം നീട്ടാൻ പാടില്ല. അതുപോലെ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന് കുറയാനും പാടില്ല. അതുപോലെ മറ്റൊരു കാര്യം, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഒരു എക്സ്ട്രാ ഹായിന്റെ ശബ്ദം വരാൻ പാടില്ല. വൽ ആദിയാതി ലബ്ഹാ, ഈ സ്ഥലങ്ങളിലൊക്കെ ഹാഇന്റെയോ മീമിന്റെയോ ശബ്ദം വരാൻ പാടില്ല. ഉദാഹരണമായി മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, ചുണ്ട് പൂട്ടുക. ഇങ്ങനെ ചുണ്ട് പൂട്ടുകയോ ഹാഇന്റെ ശബ്ദം വരികയോ ചെയ്താൽ അവിടെ തെറ്റായിട്ടാണ് ഓതുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില സ്ഥലങ്ങളാണ് മദ്ദുൽ മുതതർരിഫ എന്ന് പറയുന്നത്. നമുക്ക് വായിക്കാം. മുകളിലെ ആയത്തുകളുടെ അവസാനം ശ്രദ്ധിച്ചില്ലേ? അസ്ലിയായ മദ്ദിലാണ് ഇവിടെയെല്ലാം വഖഫ് ചെയ്തത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അസ്ലിയായ മദ്ദിന്റെ ഖദറിനേക്കാൾ, ഖദർ എന്ന് പറഞ്ഞാൽ അളവ്, ഖദറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അവസാനത്തിൽ മീമിന്റെയോ ഹാഇന്റെയോ ശബ്ദം വരാനും പാടില്ല. ദഫ്തർ താലിബ് നോക്കി തെരിബാത്തുകൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാം. തഖ്സീസ് 1. നഖറഉ സൂറത്ത് ദുഖാൻ വൽ ജാസിയ വനക്തശിഫു മിൻഹുമാ ജമീഅ അൻവാഇൽ മദ്ദി. ദുഖാൻ സൂറത്തും ജാസിയ സൂറത്തും പാരായണം ചെയ്ത് അതിലെ മദ്ദിന്റെ മുഴുവൻ ഇനങ്ങളും മനസ്സിലാക്കിയാണ് പാരായണം ചെയ്യേണ്ടത്. രണ്ടാമത്തത് നഹ്ഫദ് സൂറത്തുൽ ഗാഷിയ വൽ അദ്കാർ, ഗാഷിയ സൂറത്തും മറ്റു ദിക്റുകൾ കാണാതെ പഠിക്കാം. ഇനി നമുക്ക് ഇതിന്റെ വർക്കിലേക്ക് പോകാം. ഒന്നാമത്തെ വർക്ക് നുൻഷിദു, മദ്ദുൽ മുതതർരിഫയെ കുറിച്ചൊരു പാട്ടാണ്. അലിഫിൽ വഖഫ് ചെയ്യുന്ന പക്ഷം ഓർക്കേണം, അറിയാതെ ഹാ വരുന്നതും ശ്രദ്ധിക്കണം. ഇത് ചുണ്ടുകൾ ഉടനെ പൂട്ടിയാൽ മീമും വരും, വല്ലാതെ നീളുന്നോ അതും ഒഴിവാക്കണം. ഇവിടെ പറയുന്നത് അലിഫിൽ വഖഫ് ചെയ്യുമ്പോൾ അറിയാതെ ഹാ വരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവസാനിപ്പിക്കുമ്പോൾ ചുണ്ടുകൾ പൂട്ടിയാലുള്ള മീമും വരും, അധികം നീട്ടാനും പാടില്ല എന്നിങ്ങനെയാണ് ബേത്തിലൂടെ പറയുന്നത്. രണ്ടാമത്തെ വർക്ക് നക്തശിഫു മിനൽ ആയാത്തിൽ ആത്തിയത്തിൽ മദ്ദിൽ മുതതർരിഫ വനഖറഉ ബിമുറാഅത്തിൽ അഹ്കാം. താഴെ പറയുന്ന ആയത്തുകൾ പാരായണം ചെയ്ത് മദ്ദുൽ മുതതർരിഫ മനസ്സിലാക്കി പാരായണം ചെയ്യാം. അതിന്റെ നിയമങ്ങളും നോക്കൂ. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, ഇവിടെ അധികം നീട്ടാതിരിക്കാനോ പാടില്ല. അതുപോലെ ചുണ്ട് പൂട്ടിയാൽ അവിടെ മീമും സംഭവിക്കും. അതുപോലെ ഹാഉം വരാനും പാടില്ല. ഇന്ന ഹാദാ ലഫിസ് സുഹുഫിൽ ഊല
സുഹുഫി ഇബ്രാഹീമ വ മൂസ സൂറത്തുൽ അലയിലെ പ്രത്യേക ശ്രദ്ധിക്കേണ്ട ആയത്തുകളാണ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ത്വഹ സൂറത്തിലെ ചില ആയത്തുകൾ ഇവിടെയും പ്രത്യേകം ശ്രദ്ധിക്കണം. ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു. അൻആം സൂറത്തിൽ 59-ാമത്തെ ആയത്ത്. ഉലൈകല്ലദീന ഉബ്സിലു ബിമാ കസബു. അൻആം സൂറത്തിൽ 70-ാമത്തെ ആയത്ത്. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ذو مرة فاستوى وهو بالأفق الأعلى. നജ്ം സൂറത്തിലെ ചില ആയത്തുകളാണ്. വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി ഉസ്ദുദ് ബിഹി അസ്രി വഅസ്രിക്ഹു ഫീ അംരി കൈ നുസബ്ബിഹക കസീറാ വനദ്കുറക കസീറാ ഇന്നക കുന്ത ബിനാ ബസീറാ. ത്വഹ സൂറത്തിലെ ചില ആയത്തുകൾ. നേരത്തെ പറഞ്ഞതുപോലെ ഈ ആയത്തിന്റെ അവസാനം മദ്ദിയായ അലിഫും വാവും യാവും വരുന്നുണ്ട്. ഇവിടെ അസ്ലിയായ മദ്ദിലാണ് വഖഫ് ചെയ്യേണ്ടത്. ഇവിടെ അധികം നീട്ടാനോ തീരെ നീട്ടാതിരിക്കാനോ പാടില്ല. അതുപോലെ തന്നെ ഹാ വരുന്നതും മീമ് വരുന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാ ആയിട്ട് വഖഫ് ചെയ്യുന്നതും മീമായിട്ട് വഖഫ് ചെയ്യുന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി തേർഡ് ആക്ടിവിറ്റി മുജീബ് ഉത്തരം ഏതാ? ഒന്നാമത്തെ ചോദ്യം, അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? അസ്ലിയായ മദ്ദിന്റെ ഖദറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അവസാനത്തിൽ മീമിന്റെയോ ഹാഇന്റെയോ ശബ്ദം വരാനും പാടില്ല. അല്ലാഹു തആല നിയമങ്ങളൊക്കെ പാലിച്ച് പാരായണം ചെയ്യാൻ തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.